മാതൃഭൂമി ന്യൂസ് പാലക്കാട് ക്യാമറമാൻ AV മുകേഷ് അന്തരിച്ചു. പാലക്കാട് കൊട്ടേക്കാട് കാട്ടാനയുടെ ആക്രമണത്തിലാണ് മരണം സംഭവിച്ചത്. 34 വയസ്സായിരുന്നു മുകേഷിന്. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നതിന്റെ ദൃശ്യം പകർത്തുന്നതിനിടെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി അവത്താൻ വീട്ടിൽ ദേവിയുടെയും പരേതനായ ഉണ്ണിയുടെയും മകനാണ് മുകേഷ്. ഭാര്യ ടിഷ ദീർഘകാലം ഡൽഹിയിൽ ജോലി ചെയ്തിരുന്നു. 1 വർഷമായി പാലക്കാട് ബ്യൂറോയിലാണ്. ഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അതിജീവനം എന്ന പേരിൽ മാതൃഭൂമി.com-ൽ 100-ലധികം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അശ്വജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വജിത്ത്, സാധാരണഗതിയിലൊരു നമ്മളൊക്കെ വാർത്ത ശേഖരിക്കാൻ പോകുന്ന മാധ്യമപ്രവർത്തകർ അതിനിടയിൽ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഒരു അന്ത്യാഞ്ജലിയൊക്കെ അർപ്പിച്ച അഭിമാനത്തിൻ്റെയോ ഒക്കെ ഭാഗമായി വെക്കുന്നതാണ്. പക്ഷേ പ്രിയപ്പെട്ടവനാണ്, നമ്മളിൽ ഒരാളാണ്. നമ്മുടെ ജോലി ചെയ്യുന്നതിനിടയിലാണ് ആ മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. മധു, സത്യത്തിൽ വളരെ വൈകാരികമായി അല്ലാതെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. വ്യക്തിപരമായി എനിക്ക് AV മുകേഷുമായി അടുത്ത ബന്ധം കൂടിയുണ്ട്. ഇങ്ങനെയൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ട ഈ സാഹചര്യം ഉണ്ടായത് ഒരു വിധി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഈ നമ്മുടെ സഹപ്രവർത്തകൻ AV മുകേഷ് ഇന്ന് രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. പാലക്കാട് മലമ്പുഴ ഭാഗത്താണ്. രാവിലെ ആന ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനായി പോയതാണ്, ഏതാണ്ട് ഇന്ന് രാവിലെയോടെ. പക്ഷേ പെട്ടെന്ന് പ്രകോപിതനായ കാട്ടാനക്കൂട്ടം മുകേഷിനെ ആക്രമിക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. മധു പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ തന്നെ വാർത്ത കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, ദൃശ്യങ്ങൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന ആ ദൗത്യം കൃത്യമായി കഴിഞ്ഞ 1 വർഷ കാലയളവിൽ പാലക്കാട് നിന്ന് കൃത്യമായി നിർവഹിച്ചു വന്നിരുന്ന ക്യാമറാമാൻ ഇങ്ങനെയൊരു അവസ്ഥയിൽ, ഇങ്ങനെയൊരു വാർത്ത ചിത്രീകരിക്കുന്നതിനിടയിൽ, ജോലിക്കിടയിൽ ജീവൻ വെടിയേണ്ട സാഹചര്യമുണ്ടായത് ഏറെ ദൗർഭാഗ്യകരമാണ്, സങ്കടകരമാണ്. അശ്വതി, മരണവിവരം എപ്പോഴാണ് പുറത്തേക്ക് അറിഞ്ഞത്? ആരൊക്കെയാണ് സംഘത്തിലുണ്ടായിരുന്നത്? അവർ നൽകിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മധു, നമ്മുടെ പാലക്കാട്ടെ സംഘം റിപ്പോർട്ടർ ഗോകുലും ഒപ്പം തന്നെ ഡ്രൈവർ മനോജും ക്യാമറമാൻ AV മുകേഷും, ഈ 3 പേരടങ്ങിയ സംഘമാണ് ഇത് രാവിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനായി മലമ്പുഴയിലേക്ക് പോകുന്നത്. രാവിലെ സ്ഥിരമായി ആ മേഖലയിൽ ആനക്കൂട്ടം ഇറങ്ങുന്നത് പതിവാണ്. മലമ്പുഴയ്ക്കും കഞ്ചിക്കോടിനും ഇടയിലുള്ള ആ പാതയിൽ ആന ഇറങ്ങുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. സ്വാഭാവികമായി ആ മേഖലകളിൽ ഇത്തരം ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തുക എന്ന ആ ദൗത്യവുമായി ഇന്നും രാവിലെ പോയ സംഘത്തിന് നേരെ അപ്രതീക്ഷിതമായി കാട്ടാനക്കൂട്ടം പാഞ്ഞടുക്കുകയായിരുന്നു. മറ്റ് 2 പേർ, അതായത് നമ്മുടെ റിപ്പോർട്ടർ ഗോകുലും ഒപ്പം തന്നെ നമ്മുടെ ഡ്രൈവർ മനോജും, അവർക്ക് മാറി രക്ഷപ്പെടാനായി. ദൗർഭാഗ്യവശാൽ AV മുകേഷിന് ആക്രമണത്തിൽ ആദ്യം പരിക്കേറ്റു, പിന്നീട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഏതായാലും ഈ നിമിഷത്തിൽ, അത്യന്തം വേദനാജനകമായ ഈ നിമിഷത്തിൽ സങ്കടകരമായ ഈ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. AV മുകേഷ് പാലക്കാട് ബ്യൂറോയിൽ കഴിഞ്ഞ 1 വർഷമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ പോലും ഡൽഹിയിൽ ദീർഘകാലമായി നമ്മുടെ മാതൃഭൂമിയുടെ ഡൽഹി ബ്യൂറോയിൽ പ്രവർത്തിച്ചു വന്നിരുന്നു. ആ കാലയളവിലൊക്കെ തന്നെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ അതിജീവനം എന്ന പേരിൽ വളരെ മികച്ച ലേഖനങ്ങൾ മാതൃഭൂമി.com-ൽ എഴുതി ശ്രദ്ധേയനായ ജേർണലിസ്റ്റ് കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് എന്നതിലുപരിയായി എല്ലാ മേഖലകളിലും, എഴുത്തിലും ഒപ്പം തന്നെ റിപ്പോർട്ടിങ്ങിലുമൊക്കെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് AV മുകേഷ്. ഈ വിടവാങ്ങൽ മാതൃഭൂമി കുടുംബത്തെ സംബന്ധിച്ച്, നമ്മൾ സഹപ്രവർത്തകരെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും അപ്പുറമാണ്. മധു. മാതൃഭൂമിയുടെ പാലക്കാട് ക്യാമറാമാൻ AV മുകേഷ് അന്തരിച്ചു. ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിലാണ് ജോലി ചെയ്യുന്നതിനിടെ മുകേഷിന് ജീവൻ നഷ്ടമായത്. അശ്വജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ബ്യൂറോയിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ദീർഘകാലം ഡൽഹിയിൽ AV മുകേഷ് ജോലി ചെയ്തിരുന്നു. കാലത്ത് അതിജീവനം എന്ന പേരിൽ മാതൃഭൂമി.com-ൽ 100-ലധികം ലേഖനങ്ങൾ മുകേഷിൻ്റെതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അശ്വജിത്ത്, എനിക്ക് അശ്വജിത്തിനോട് ചോദിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. താങ്കൾ അഭിമുഖീകരിക്കുന്ന വൈകാരികമായ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ 2 പേരുടെയും ജോലിയാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ AV മുകേഷിൻ്റെ ഫേസ്ബുക്ക് പേജ് നമുക്കറിയാം.
മുകേഷിൻ്റെ AV മുകേഷ് അതിജീവനം സ്റ്റോറീസ് എന്നാണ്. അത്രയധികം ആ കാലയളവിൽ ഡൽഹി ജീവിതത്തിനിടയിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഇടയിൽ അദ്ദേഹം സ്വയം എടുക്കുന്ന എഫോർട്ടിൻ്റെ ഭാഗമായി സാധാരണഗതിയിൽ ഒരു വീഡിയോ ജേർണലിസ്റ്റ് ചെയ്യേണ്ട ജോലിക്കപ്പുറത്തേക്ക് അദ്ദേഹം എടുക്കുന്ന എഫോർട്ടിൻ്റെ പേരിലൊക്കെയായിരുന്നു അന്നത്തെ ആ സ്റ്റോറികൾ. അത് ഇത്രമേൽ ശ്രദ്ധേയമായിരുന്നു, ഇത്രമേൽ രാഷ്ട്രീയം നിറഞ്ഞതായിരുന്നു, ഇത്രമേൽ ആളുകളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു എന്നൊക്കെ നമ്മൾ അത്ഭുതത്തോടെ അറിഞ്ഞ് വായിച്ച് പോകുന്ന ഒരു സീരീസ് തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിനെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുക? മാധു, തീർച്ചയായും മാധു പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു വീഡിയോ ജേർണലിസ്റ്റ് കേവലം ദൃശ്യങ്ങൾ പകർത്തി അത് പ്രേക്ഷകരിലേക്കും സമൂഹത്തിന് മുന്നിലേക്കും അവതരിപ്പിക്കുക എന്നതിലും ഉപരിയായി ഒരു സാമൂഹ്യ ദൗത്യം കൂടെ, അല്ലെങ്കിൽ അതിജീവനം എന്ന പേരിൽ ഉദ്ദേശിച്ചത് സമൂഹത്തിൽ ബുദ്ധിമുട്ടിൽ കഴിയുന്ന പലവരുടെയും ജീവിതങ്ങൾ വാർത്തയിലൂടെ പ്രേക്ഷകരിലേക്കും ഒപ്പം തന്നെ സമൂഹത്തിന് മുന്നിലേക്കും വെച്ച് അതൊരു ഉത്തരവാദിത്തം, ജേർണലിസ്റ്റ് എന്ന നിലയിലുള്ള ഒരു ഉത്തരവാദിത്തമായി കൂടെ ഏറ്റെടുത്തുകൊണ്ട് അത്തരം ലേഖനങ്ങൾ എഴുതുന്നതിലും അത്തരം വാർത്തകൾ കണ്ടെത്തുന്നതിലും അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലും ഒരു ഉത്സാഹം കണ്ടെത്തുന്നതിലുമൊക്കെ ഒരു മികച്ച പ്രവർത്തനമായിരുന്നു, അല്ലെങ്കിൽ മികച്ച ഉത്സാഹമായിരുന്നു AV മുകേഷിനുണ്ടായിരുന്നു. വ്യക്തിപരമായി എനിക്കും അദ്ദേഹത്തോടൊപ്പം കുറേ കാലം പാലക്കാട്ട് പല അസൈൻമെൻറ്റുകളുടെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ദൃശ്യങ്ങൾ പകർത്തുക അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ വീഡിയോ ജേർണലിസ്റ്റിൻ്റെ ഒരു സാധാരണ ദൗത്യം എന്ന നിലയിൽ ദൃശ്യങ്ങൾ പകർത്തുക എന്നതിലുപരിയായി അതിലെ വാർത്തയും അതിലെ ലൈഫും, അല്ലെങ്കിൽ വാർത്തയിലെ ഒരു ജീവിതവും ഒക്കെ തിരിച്ചറിയാനുള്ളൊരു കഴിവ്, അത് കൃത്യമായി പകർത്തിയെടുക്കാനുള്ള കഴിവ്, അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാനുള്ള കഴിവ്, അതൊക്കെയാണ് AV മുകേഷിൽ വ്യക്തിപരമായി ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന നിലയിൽ പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പം ഡൽഹി ബ്യൂറോ ചീഫ് P. ബസന്ത് കൂടി ചേരുന്നുണ്ട്. ബസന്ത്, നമ്മളിൽ ഒരാൾ വിട്ടുപിരിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തെ പറ്റി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്, അദ്ദേഹത്തിൻ്റെ കരിയറിനെ പറ്റി അടയാളപ്പെടുത്തി പോകേണ്ടതുണ്ട്, മാധ്യമപ്രവർത്തന ജീവിതത്തെ പറ്റി സംസാരിച്ചു പോകേണ്ടതുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കാലത്തെ ഓർമ്മിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തന ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത്? മധു, ഇത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കഴിഞ്ഞ ദിവസം വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് മുകേഷ്. എന്നോടൊപ്പം എന്റെ ബ്യൂറോയിലെ ഏറ്റവും സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന, ശബ്ദമുയർത്തി ഇതുവരെ മുകേഷ് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. എന്റെ ബ്യൂറോയിൽ സംസാരിച്ച് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അതനുസരിച്ച് തന്നെ ആ ജോലി കൃത്യമായി ചെയ്യാനും അതിന്റെ റിസൾട്ട് എന്നെ കാണിക്കാനുമുള്ളൊരു താല്പര്യമുണ്ടായിരുന്ന ഒരു ക്യാമറമാനായിരുന്നു മുകേഷ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഈ ക്യാമറയ്ക്കപ്പുറം എഴുത്തിലൂടെ ഇന്ത്യയിലെ ജീവിതത്തെക്കുറിച്ചും ഗ്രാമങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും നമ്മോട് സംസാരിച്ച ഒരാളാണ് മുകേഷ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കൃത്യമായി അദ്ദേഹം ലേഖനങ്ങൾ എഴുതുമായിരുന്നു. അതിജീവനം എന്ന പേരിൽ മുകേഷ് ഈ സാധാരണ നിലയിലുള്ള ആൾക്കാരുടെ വേദനകളും അവരുടെ ജീവിതവും ഒക്കെ കൃത്യമായി പകർത്തിയിരുന്ന ഒരാളാണ് മുകേഷ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ബ്യൂറോയിൽ എനിക്ക് തന്നെ അഭിമാനമായിരുന്നു. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുമുള്ളതാണ്, എന്റെ ബ്യൂറോയിലെ ക്യാമറാമാനാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. അത്രത്തോളം എല്ലാവരുമായി സഹകരിച്ച് നിൽക്കുകയും ഒരു ടീം മാൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവരുമായി ഒന്നിച്ചു പോവുകയും ചെയ്യുന്നതിൽ മുകേഷ് ഒരിക്കലും ഒരു ഇത് കാണിച്ചിട്ടില്ല. നമ്മുടെ ബ്യൂറോയിലെ എല്ലാ പരിപാടികൾക്കും സജീവമായി ഉണ്ടാകാറുണ്ടായിരുന്നു. മാത്രമല്ല, വീട്ടിലെ സാഹചര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അമ്മ ഒറ്റയ്ക്കാണ്. ഒരു ഘട്ടത്തിൽ ട്രാൻസ്ഫർ ലഭിക്കില്ല എന്ന് കണ്ടപ്പോൾ ജോലി വിടാൻ വരെ തയ്യാറായിരുന്ന ഒരാളായിരുന്നു മുകേഷ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് പാലക്കാട് കിട്ടിയത്. അതിനിടയിൽ ഒരു വിവാഹം കഴിച്ചു. ഇനിയിപ്പോൾ അത് വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നതൊക്കെ ആ സമയത്ത്. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ വലിയൊരു യാത്രയൊക്കെ കൊടുത്താണ് മുകേഷിനെ യാത്രയാക്കിയത്. തുടർന്നും എഴുതണം എന്ന് പറഞ്ഞു. അതിജീവനം എന്നുള്ള മുകേഷിന്റെ ആ കോളം എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണം. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം മുകേഷിന്റെ ഈ വേർപാട് താങ്ങാൻ കഴിയാത്തതാണ് എൻ്റെ ഒരു സഹപ്രവർത്തകൻ, എൻ്റെ ഒരു അനിയൻ എന്നുള്ള നിലയ്ക്ക്. അത് AV മുകേഷിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മളൊന്ന് പോവുകയാണെങ്കിൽ തന്നെ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന അതിജീവനത്തിൻ്റെ സ്റ്റോറികളെ പറ്റിയുള്ള ഹെഡ്ലൈനുകൾ, അത് എന്തൊക്കെ വിഷയങ്ങളെ സമീപിച്ചുള്ളതാണ് എന്നുള്ളത്. യമുനയെക്കുറിച്ച് ഒരു ബലിതർപ്പണമെങ്കിലും അർഹിക്കുന്നു യമുന എന്നതൊരു ലേഖനം. ചലിക്കാനാവാത്ത ഉടലുകൾ, മക്കളുടെ ദുരിതത്തിൻ്റെ കാരണമറിയണം ലക്ഷ്മി അമ്മയ്ക്ക്. 2 പതിറ്റാണ്ടിൻ്റെ കരുതിവെപ്പാണ് കള്ളൻ കൊണ്ടുപോയ ജീവിതം. അങ്ങനെ എന്നെ ഒന്ന് കൊന്നു തരാമോ? വിണ്ടുകീറിയ ചുവരുകൾക്ക് നേരെ വിരൽ ചൂണ്ടി ശോഭ. മഴ പെയ്യുമ്പോഴെങ്കിലും ഓർക്കണം, ആ മനുഷ്യൻ ഇപ്പോഴും തെരുവിലാണ്. അങ്ങനെ അവഗണിക്കപ്പെട്ടു പോയ
അതിജീവിക്കേണ്ടുന്ന, അതിനുവേണ്ടി വലിയ യുദ്ധം നടത്തുന്ന, അതിനുവേണ്ടി പോരാടുന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ചെഴുതിയ ഒരുപാട് വാക്കുകൾ AV മുകേഷ് എന്ന മാധ്യമപ്രവർത്തകന്റെ ജീവിതത്തെ, അദ്ദേഹത്തിന്റെ കരിയറിനെയൊക്കെ അടയാളപ്പെടുത്തി നമ്മുടെ മുന്നിൽ എന്നും ഉണ്ടാകും എന്നത് പ്രധാനമാണ്. MS ലിഷോയും G പ്രസാദ് കുമാറും നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ലിഷോയിലേക്ക്. ലിഷോയി, ഒരു തവണയെങ്കിലും നേരത്തെ ബസന്ത് പറയുകയാണ്, പെരുമാറ്റത്തിലൂടെ, ജീവിതത്തിലൂടെ, ജോലിയോടുള്ള അർപ്പണബോധത്തിലൂടെ നമ്മളെയൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോവുകയാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് ലിഷോയി ഓർത്തെടുക്കുന്നത്? ഒരു മാധ്യമപ്രവർത്തകൻ, സഹപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജോലിയോടുള്ള സമീപനത്തെ, വ്യക്തിപരമായ ബന്ധത്തെ ഒക്കെ. മുകേഷുമായി ഇടയ്ക്കിടയ്ക്ക് ഒരു ബന്ധം, ഇടയ്ക്കിടയ്ക്ക് ഫോണിലും എല്ലാം സംസാരിക്കേണ്ട ഒരു ആവശ്യമുണ്ടാവും. കാരണം തൊട്ടടുത്ത ബ്യൂറോ ആണ്. പാലക്കാട്, തൃശ്ശൂർ ബ്യൂറോകൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വർക്കിന്റെ ആവശ്യങ്ങൾക്കായി തന്നെ നമ്മൾ പലപ്പോഴും ഞാൻ പാലക്കാടേക്ക് വന്ന് ജോലി ചെയ്യുകയും മുകേഷും ഗോകുലും ഉൾപ്പെടെയുള്ളവർ തൃശ്ശൂർ വന്ന് പല വാർത്തകൾക്കുമായി വരികയും ചെയ്തിരുന്നു. അപ്പോൾ എല്ലാം തന്നെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ മുകേഷിനെ നമ്മളെല്ലാം എപ്പോഴും ശ്രദ്ധിക്കും. അതിനോടൊപ്പം തന്നെ മുകേഷുമായി എപ്പോഴും വളരെ സൗമ്യമായി സംസാരിക്കുന്ന, എല്ലാ കാര്യങ്ങളോടും വളരെ ശാന്തതയോടുകൂടി സമീപിക്കുന്ന ഒരു വ്യക്തി. എത്ര നേരം ജോലി ചെയ്യാനും ഒരു പരിഭവമില്ലാത്ത ഒരു വ്യക്തി. അതുപോലെ തന്നെ ഒരു ജോലിയോടുള്ളൊരു അഭിനിവേശം അത് ഏറെയുള്ള ഒരു വ്യക്തി. ആ രീതിക്ക് മുകേഷിനെ എപ്പോഴും നമ്മൾ ഓർക്കും. കൂടാതെ ഇന്ന് രാവിലെ കൂടി പ്രത്യേകിച്ച് ഈ രാവിലെ ഉണ്ടായ സംഭവം അത് എല്ലാവരിലും ഒരു ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കൂടുതലായി എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് മാത്രം. മാതൃഭൂമി ന്യൂസിന്റെ പാലക്കാട് ക്യാമറാമാൻ AV മുകേഷിന്റെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം ജോലിയുമായി ബന്ധപ്പെട്ട യാത്രക്കിടയിൽ കാട്ടാനയുടെ ആക്രമണത്തിലാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു.